ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കഥകളിലൂടെയും കോഡുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇത് ഓർത്ത് വെക്കാനുള്ള സംഭവങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പുട്ട്, കോള്, ലുക്ക്, ഗോ തുടങ്ങിയ ഫ്രേസൽ വെർബ്സ് നമ്മൾ ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയെന്നൊക്കെ മെസ്സേജ് കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ടേക്ക് ചേർന്ന് വന്നിട്ടുള്ള പ്രധാന ഫ്രേസൽ വെർബ്സ് ആണ് പഠിക്കുന്നത്. അതിനും അതുപോലെ ഒരു കഥയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2024 LDC, LP, UP, ഡിഗ്രി ലെവൽ, CPO തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു 10 ഫ്രേസൽ വെർബ്സ് ആണ് എടുത്തേക്കുന്നത്. ആദ്യം ഇതിന്റെ മീനിങ് പറഞ്ഞതിന് ശേഷം നമ്മുടെ കഥയിലേക്ക് പോകാം. ഇപ്പൊ ശ്രദ്ധിക്കൂ. ഫസ്റ്റ് വൺ ആണ് ടേക്ക് ഓഫ്. അതുപോലെ സ്റ്റാർ ഇട്ടേക്കുന്നത് പഠിച്ചിരിക്കേണ്ട സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ടേക്ക് ഓഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ഓർമ്മ വരും അല്ലെ? സെയിം മീനിങ് തന്നെയാണ്. ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ ടു ലീവ് ദ ഗ്രൗണ്ട്, ബിഗിൻ ടു ഫ്ലൈ, പറന്നുയരുക. സെയിം മീനിങ്. അടുത്തത് ടേക്ക് എ ബാക്ക്. ഈ ടേക്ക് എ ബാക്ക് ഒക്കെ മലയാളം തർജ്ജമയിൽ വന്നിട്ടുള്ളതാണ്. എന്തായിരുന്നു ഓർമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ വാസ് ടേക്കൺ ബാക്ക് ടു സീ മൈ റിസൾട്ട്. എന്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. നമ്മൾ സാധാരണ ഞെട്ടുമ്പോൾ മുമ്പോട്ടല്ലോ, ബാക്കിലേക്കല്ലേ ഞെട്ടുന്ന. സെയിം സാധനം ടേക്കൺ ബാക്ക്. എന്താണ്? സർപ്രൈസ്, ഷോക്ക്. അടുത്തത് ടേക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? രൂപസാദൃശ്യം. അതായത് അപ്പൂപ്പനെയും അമ്മയെയും അച്ഛനെയൊക്കെ പോലെ ഇരിക്കില്ലേ ചിലര്, അതേപോലെ തന്നെ. അപ്പൊ അതിനെയാണ് രൂപസാദൃശ്യം എന്നൊരർത്ഥത്തിൽ പറയുന്നത്. അതായത് ടേക്ക് ആഫ്റ്റർ. അടുത്താണ് ടേക്ക് ഔട്ട്. ടേക്ക് ഔട്ട് മീൻസ് ടു റിമൂവ് ഫ്രം വിത്തിൻ. അതായത് പുറത്തെടുക്കുക എന്നൊരർത്ഥമാണ്. അപ്പൊ അത് പ്രയോഗത്തിൽ വരുമ്പോൾ he had to take out a loan to pay his taxes. ടാക്സ് അടയ്ക്കുന്നതിന് അവന് ലോൺ എടുക്കണം. ലോൺ എടുക്കുക എന്ന് ഉദ്ദേശിച്ചത് ഈ സെയിം ഒരർത്ഥത്തിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്റെ സൗണ്ട് ഞണ്ടിറക്കിയ പോലെ തോന്നും കേട്ടോ. എന്തോ ഒരു പിടുത്തം പോലെ സൗണ്ടിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രൊനൗൺസിയേഷൻ ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആകത്തില്ല. അടുത്തത് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് നമ്മൾ നോർമൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുള്ള എന്താണ്? പരിഗണിക്കുക എന്നൊരു അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ടേക്ക് ഇൻ ടു അക്കൗണ്ട്, പരിഗണിക്കുക. ഇനി അടുത്തതാണ് സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേക്ക് ഡൗൺ. ടേക്ക് ഡൗൺ രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. ഒന്ന് ടു പുട്ട് ഡൗൺ ഇൻ റൈറ്റിംഗ്, അതായത് എഴുതിയെടുക്കുക, നോട്ട് ഡൗൺ ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. പിന്നെ to take part, dismantle, അതായത് പൊളിച്ചെടുക്കുക, ഭാഗങ്ങളായിട്ട് അഴിച്ചെടുക്കുക എന്നൊരു മീനിങ് ഉണ്ട്. ഇനി അടുത്താണ് ടേക്ക് ഇൻ. ടു allow to enter, അതായത് അകത്തേക്ക് പ്രവേശിപ്പിക്കുക, പ്രവേശനം അനുവദിക്കുക എന്നും ഡിസീവ്, വഞ്ചിക്കുക എന്നുമാണ് അർത്ഥം. അപ്പൊ 7 എണ്ണത്തിന്റെ മീനിങ് പഠിച്ചല്ലോ. ഇനിയാണ് നമ്മൾ കഥ പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കാരണം എന്താ? നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ടേക്ക് ഓഫ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണല്ലോ. അപ്പോ ഫ്ലൈറ്റിന്റെ അവിടെ ചെന്നപ്പോ നടന്ന കുറച്ച് കാര്യമായിട്ടാണ് നമ്മൾ കോഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ കഥ പറയാൻ പോവാണ്. ഒരു എയർപോർട്ട് മെക്കാനിക്കലായിട്ടുള്ള ഒരു പുള്ളി ടേക്ക് ഓഫ് കാണാൻ പോയി. അപ്പൊ ടേക്ക് ഓഫ് കണ്ടു. ടേക്ക് ഓഫ് എന്താണ് മീനിങ്? പറന്നു വരിക. ടേക്ക് ഓഫ് കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി അടുത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയതും ഞെട്ടിപ്പോയി. ടേക്കൺ ബാക്ക്. പുള്ളി ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചെന്നറിയാവോ? അവിടെ സെയിം ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ്, ഇപ്പൊ പറന്നുയർന്ന ഫ്ലൈറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്ലൈറ്റ് തൊട്ടടുത്തൊരു ഹാങ്ങറിൽ ഇട്ടേക്കാണ്. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ എ പാരന്റ് ഓർ ആൻസിസ്റ്റർ. അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു, ഒരു പേന വാങ്ങിച്ചു. അതേപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു സിമിലർ ആയിട്ടുള്ള പേന ഉണ്ട്. നമ്മൾ അതിനുശേഷം ഇത് വാങ്ങിച്ചതിന് ശേഷം ഒന്നുകൂടെ അത് എടുക്കത്തില്ലേ? ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ടേക്ക് ആഫ്റ്റർ, ഒരെണ്ണം എടുത്തു, അതിനുശേഷം വീണ്ടും ഒരെണ്ണം എടുത്തു, ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ എ പാരന്റ് ഓർ ആൻസിസ്റ്റർ. രൂപസാദൃശ്യം ഒന്ന് പഠിക്കുക. രൂപസാദൃശ്യമുള്ള ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ എടുക്കും എന്ന് ഓർക്കുക. ടേക്ക് ആഫ്റ്റർ, ഒരെണ്ണം എടുത്തതിന് ആഫ്റ്റർ പിന്നോട് ഓർമ്മ കൂടെ എടുക്കും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, എല്ലാം മറക്കും. അല്ലെങ്കിൽ അടുത്തത് ടേക്ക് ഔട്ട്. അപ്പൊ ഹാങ്കറിൽ ഇപ്പൊ പോയ ഫ്ലൈറ്റ് പോലെ തന്നെ കിടക്കുന്ന ഒരു പഴയ ഫ്ലൈറ്റ് കണ്ടപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം, അതൊന്ന് ശരിയാക്കി എടുത്താലോ എന്ന്. കാരണം ഇപ്പൊ പോയ ഫ്ലൈറ്റ് അടിപൊളി ഫ്ലൈറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു പഴയ ഫ്ലൈറ്റ്. അപ്പൊ അത് വെറുതെ കളയാനിട്ടേക്കുക, അത് നന്നാക്കി എടുത്താലോ എന്ന് മെക്കാനിക്ക് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? ടേക്ക് ഔട്ട്. ടേക്ക് ഔട്ട് മീൻസ് ടു റിമൂവ് ഫ്രം വിത്തിൻ. മീനിങ് നേരത്തെ നമ്മൾ സെന്റൻസ് പ്രയോഗിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ തൽക്കാലം പുള്ളി അവിടുന്ന് ഹാങ്കറിൽ നിന്ന്
ഫ്ലൈറ്റ് ടേക്ക് ഔട്ട്, പുറത്തേക്ക് എടുത്തു. ടു റിമൂവ് ഫ്രം വിത്തിൻ, പുറത്തെടുത്തു. ടേക്ക് ഔട്ട്. ദെൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട്. പിന്നെ പുള്ളി എന്ത് ചെയ്തു? നമുക്ക് ഈ ഫ്ലൈറ്റിനൊന്ന് പരിഗണിക്കണമല്ലോ, ഇങ്ങനെ ഇട്ട് നശിപ്പിച്ചുകൂടല്ലോ. ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പരിഗണിക്കുക. അപ്പോൾ ആ ഫ്ലൈറ്റിനെ, ആ പഴയ ഫ്ലൈറ്റിനെ ടേക്ക് ഇൻ ടു അക്കൗണ്ടിൽ എടുത്തു, പരിഗണിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പഴയ സാധനമല്ലേ, അതിന്റെ പല പല പാർട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരി ഊരി താഴോട്ട് വെക്കുകയാണ്. ടേക്ക് ഡൗൺ. അപ്പൊ ഓരോന്നിങ്ങനെ ഊരി എടുക്കുമ്പോൾ മെക്കാനിക്ക് പഴയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിന്റെ പുതിയ പുതിയ ടെക്നോളജി ഒക്കെ ഇങ്ങനെ അറിയാവുള്ളൂ. അപ്പൊ പഴയത് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യുന്ന, ഊരി ഊരി എടുക്കുന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നതാണ്, ഇന്ന സ്ഥലത്ത് ഇന്നത് പിടിപ്പിക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ക്രൂ ഉണ്ടെന്ന് പുള്ളി എഴുതി എഴുതി എടുക്കുന്നുണ്ട്. അപ്പോൾ ടേക്ക് ഡൗണിനോടൊപ്പം, അഴിച്ച് താഴെ വെക്കുന്നതിനോടൊപ്പം പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി എഴുതി എടുക്കുന്നുണ്ട്. രണ്ട് മീനിങ് അവിടെ പഠിക്കാം. ടേക്ക് ഡൗൺ എന്നാണ് ടു പുട്ട് ഡൗൺ ഇൻ റൈറ്റിംഗ്, എഴുതിയെടുക്കുക എന്നും. ടു ടേക്ക് പാർട്ട്, ഡിസ്മാന്റിൽ, അതായത് പൊളിച്ചെടുക്കുക. ഓരോ ഭാഗങ്ങളായിട്ട് പൊളിച്ചെടുക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ടേക്ക് ഡൗൺ എന്നുള്ള അടുത്ത് ടേക്ക് ഡൗൺ, പൊളിച്ചെടുക്കുന്നു, കൂടെ എഴുതിയെടുക്കുന്നു. രണ്ട് മീനിങ് പഠിച്ചില്ലേ? റൈറ്റ് ഡൗൺ എന്ന് ഓർത്താൽ മതി. പൊളിച്ചെടുക്കുന്നു, എഴുതിയെടുക്കുന്നു. ഡൗൺ, ടേക്ക് ഡൗൺ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ആ പൊളിച്ചെടുക്കുന്ന സാധനത്തിന്റെ താഴെ റൈറ്റ് ഡൗൺ റൈറ്റ് ചെയ്യുന്നുണ്ട്, എഴുതിയെടുക്കുന്നുണ്ട്. പൊളിച്ചെടുക്കുന്ന സാധനത്തിന്റെ അടിയിലായിട്ട് പുള്ളി എഴുതിയെടുക്കുന്നുണ്ട്. പാർട്ട് എവിടെ നിന്ന് എടുത്തു, എന്തിനെടുത്തു, ഏത് ഭാഗത്തു നിന്ന് എടുത്തു എന്ന് എഴുതി എടുക്കുന്നുണ്ട്. കിട്ടിയില്ലേ? രണ്ടെണ്ണം കിട്ടി. ഇനി അടുത്തതാണ് ടേക്ക് ഇൻ. ടേക്ക് ഇൻ, ടു അലൗ ടു എൻ്റർ, റിസീവ്. ഇത് ഓർക്കാൻ, ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ കുറെ വർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു? അവരോരോരുത്തരായിട്ട് കൈ പിടിച്ച് ടേക്ക് ഇൻ, അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഫ്ലൈറ്റിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു കേട്ടോ. ടേക്ക് ഇൻ, ഇന്ന് നമ്മൾ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലല്ലേ പ്രയോഗിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ കൈ പിടിച്ച് ടേക്ക് ഇൻ. അടുത്ത ആളെ ടേക്ക് ഇൻ മീനിങ് എന്താ? അകത്ത് കയറ്റുക, അകത്തേക്ക് പ്രവേശനം അനുവദിക്കുക. ടേക്ക് ഇൻ. പക്ഷെ അതിൽ കുറെ മടിയന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരെന്ത് ചെയ്തു? ഇങ്ങനെ എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, എനിക്ക് ഇതിന്റെ കറക്റ്റ് എവിടെ വെക്കണം എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഓരോ പാർട്ടും അഴിക്കുമ്പോ തന്നെ എഴുതിയെടുത്തു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരത് പാലിച്ചില്ല. ഇപ്പൊ ടേക്ക് ഇൻ ചെയ്ത കുറെ എംപ്ലോയീസ് അവരത് പാലിച്ചില്ല. അവരഴിച്ച് പറിച്ച് വെച്ചിട്ട് എല്ലാം കുളവാക്കി. അങ്ങനെ നമ്മളുടെ വർക്കറെ എന്ത് ചെയ്തു? മെക്കാനിക്കിനെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. അപ്പൊ ടേക്ക് ഇൻ, ഇപ്പൊ ടേക്ക് ഇൻ ചെയ്ത അവന്മാരെന്ത് ചെയ്തു? അകത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ലേ കുറെ പേരെ. അവരെന്ത് ചെയ്തു? അവരിദ്ദേഹത്തെ വഞ്ചിച്ചു. ടേക്ക് ഇന്നിന് വഞ്ചിക്കുക എന്നൊരർത്ഥമുണ്ട്, അകത്ത് പ്രവേശിക്കുക എന്നൊരർത്ഥമുണ്ട്. ഇത്രയും കിട്ടി കാണുമല്ലോ, 7 എണ്ണം. ഇപ്പൊ പറഞ്ഞ 7 എണ്ണം കൂടുതലുള്ള ഒന്നുകൂടെ പറയാൻ പോണേ. ടേക്ക് ഓഫ്, ടേക്ക് ഓഫ് തുടങ്ങും, പറന്നുയർന്നു. ടേക്ക് എ ബാക്ക്, പറന്നുയർന്നതിന് ശേഷം ഒരു കാഴ്ച കണ്ട് നമ്മുടെ മെക്കാനിക്ക് ഞെട്ടിപ്പോയി. ടേക്ക് എ ബാക്ക്, ടേക്ക് എ ബാക്ക്, ഞെട്ടിപ്പോയി. എന്താ? ടേക്കിന് ആഫ്റ്ററും അതേപോലെ ഒരെണ്ണം അവിടെ കിടക്കുന്നു. ടേക്കിന് ആഫ്റ്ററും അതേപോലെ ഒരെണ്ണം അവിടെ കിടക്കുന്നു. ടേക്ക് ആഫ്റ്റർ, രൂപസാദൃശ്യം. ഉടനെ അതിനെ പുറത്തെടുത്തു. ടേക്ക് ഔട്ട്. പിന്നെ എന്ത് ചെയ്തു? ടേക്ക് ഇൻ ടു അക്കൗണ്ട്, അതിനെ ഒന്ന് പരിഗണിക്കാന്ന് വിചാരിച്ചു. ടേക്ക് ഡൗൺ, ഓരോ പാർട്ട് അങ്ങനെ കയറി നിന്നിട്ട് ഓരോ പാർട്ടായിട്ട് അഴിച്ചഴിച്ച് താഴെ വെച്ചു. എന്നിട്ട് ഈ പാർട്ടിന്റെ ഡൗണിൽ എന്ത് ചെയ്തു? എഴുതി എഴുതി പോയി. ടേക്ക് ഡൗൺ, എഴുതിയെടുക്കുക എന്നും ഭാഗങ്ങളായി അഴിക്കുക എന്നും. ടേക്ക് ഇൻ, കുറെ എംപ്ലോയീസ് ഓടി വന്നു. അവന്മാരെ ഓരോരുത്തരെയും കൈ പിടിച്ച് ടേക്ക് ചെയ്ത് അകത്തേക്ക്, ഇന്നിലേക്ക് കയറ്റി. ടേക്ക് ഇൻ, അകത്തേക്ക് പ്രവേശനം അനുവദിക്കുക. അവന്മാര് കള്ളന്മാരായിരുന്നു. അവരെ ഇതുപോലെ അഴിച്ച സാധനത്തിന്റെ താഴെ ഒന്നും പേരൊന്നും എഴുതി വെച്ചില്ല, എല്ലാം കുളവാക്കി. വഞ്ചിക്കുന്നവന്മാരായിരുന്നു. ടേക്ക് ഇൻ, വഞ്ചിക്കുക. 7 എണ്ണം കിട്ടിയല്ലോ അല്ലെ? ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്, എഴുതാം. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കാണ്. അപ്പൊ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ 2024 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് PSC. അപ്പൊ ഇത് വാങ്ങാത്തവർ വാങ്ങുക. ഈ ബുക്ക് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ്, ഇതിന് ശേഷം നടന്നിട്ടുള്ള PSC മലയാളം പരീക്ഷകളുടെ ക്ലാസ്, പിന്നെ ഒരു ബോണസ് ആയിട്ട് 3 മുതൽ +1 +2 വരെയുള്ള SCRT മലയാളം ക്ലാസ്സുകളും ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു 22 രൂപ കൂടെ അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ 1 വർഷം വാലിഡിറ്റിയിൽ എല്ലാ ക്ലാസ്സും, ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് വാങ്ങാത്തവരെ വേഗം വാങ്ങുക. അപ്പൊ ടേക്ക് ഇൻ, അവന്മാര് വഞ്ചിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പത്തേക്ക് നമ്മുടെ മെക്കാനിക് എന്ത് ചെയ്തു? ടേക്ക് ഹീഡ്. ടേക്ക് ഹീഡ് മീൻ ടു ബി കെയർഫുൾ പറയും, ശ്രദ്ധിച്ച് ചെയ്യാൻ പറയും. അപ്പൊ മീനിങ് എന്താ? ശ്രദ്ധിക്കുക, ശ്രദ്ധ വെക്കുക എന്നൊക്കെ അർത്ഥം. ടു ബി കെയർഫുൾ. പിന്നെ അടുത്ത വാക്കാണ് ടേക്ക് ഓവർ. ടേക്ക് ഓവർ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. ചാർജ് ടേക്ക് ഓവർ ചെയ്യുക.
അതായത് ഒരു കാര്യത്തിന്റെ ചുമതല ഒരാളെ ഏറ്റെടുക്കുക എന്നൊരർത്ഥത്തിൽ നമ്മളിത് നോർമൽ കോൺവെർസേഷനിൽ പറയാറുള്ളതാണ്. ടേക്ക് ഓവർ, ടു അസ്യൂം കൺട്രോൾ, ചുമതല അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കുക എന്നർത്ഥം. പിന്നെ ടേക്ക് ബാക്ക് മീൻ ക്ലൈം പൊസഷൻ ഓഫ് സംതിങ്, വീണ്ടെടുക്കുക. അപ്പോൾ ഈ ടേക്ക് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസ് വേറെ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് അക്സെപ്റ്റ് എ പാർട്ട്ണർ ഓർ സ്പൗസ് ആഫ്റ്റർ ദ സെപ്പറേഷൻ, അതായത് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ട്ണറെ സ്വീകരിക്കുന്നതിന് എന്ത് പറയാറുണ്ട്? ടേക്ക് ബാക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ രണ്ട് അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും വീണ്ടെടുക്കുക എന്നൊരർത്ഥത്തിൽ തന്നെയാണ്. ഒരു സാധനത്തിന്റെ പൊസിഷൻ ഉറപ്പിക്കുക, അതിനെ വീണ്ടെടുക്കുക, അതിന്റെ ക്ലൈം തിരിച്ച് പിടിക്കുക എന്നും. ഇപ്പൊ ഒരു വ്യക്തിയെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ തിരിച്ച് സ്വീകരിക്കുന്നതിനും സെയിം പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരാം. അതായത് അവരെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ടേക്ക് ഹീഡ്, ഈ ഹീഡ് എന്നുള്ളത് ഹെഡ് എന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ തലയെ കഴിച്ചിട്ടേ ടു ബി കെയർഫുൾ എന്താണ്? ടു ഹീഡ്, ഹെഡ് എന്ന് ഓർക്കുക, എന്നാലേ കിട്ടുള്ളൂ. ടേക്ക് ഹീഡ്. അപ്പൊ അവന്മാരെ നോക്കിട്ട് പറയാം ടു ബി കെയർഫുൾ, ശ്രദ്ധയോടെ ചെയ്യൂ എന്ന് പറയാണ്. ശ്രദ്ധ വയ്ക്കൂ, ശ്രദ്ധയോടെ ചെയ്യൂ, തലയിൽ കൈ വെച്ചിട്ട്. അപ്പൊ ടേക്ക് ഹീഡ് കിട്ടിയല്ലോ. ഇനി അടുത്താണ് ടേക്ക് ഓർഡറിങ്. വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എന്നിട്ട് എന്ത് ചെയ്യും? ആ സാധനങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഏറ്റെടുക്കും. ടേക്ക് ഓവർ അറിയാലോ അർത്ഥം. അതിന്റെ സാധനങ്ങളെല്ലാം പുള്ളിയുടെ തലയിലേക്ക് ഏറ്റെടുക്കുകയാണ്. ടേക്ക് ഓവർ, ടു അസ്യൂം ഓർ കൺട്രോൾ, ചുമതല സ്വന്തമായിട്ട് ഏറ്റെടുത്ത്. അങ്ങനെ നമ്മളുടെ പഴയ ഫ്ലൈറ്റ്, രൂപസാദൃശ്യമുള്ള ഫ്ലൈറ്റ് നല്ല കണ്ടീഷനാക്കി നമ്മുടെ മെക്കാനിക്ക് ശരിയാക്കി. അപ്പോഴുണ്ടോ ആര് വരുന്നു? എയർപോർട്ട് അതോറിറ്റി വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇത് ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇത് കളയാനിട്ടേക്കായിരുന്നു. എന്നാലും എന്താ, ഇപ്പൊ നന്നായി സ്ഥിതിക്ക് ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങളത് ക്ലെയിം ചെയ്യാണ്, തിരിച്ചെടുക്കുകയാണ്. അപ്പൊ ടേക്ക് ബാക്ക്, ഞങ്ങളത് തിരിച്ചെടുക്കുകയാണ്. ടേക്ക് ബാക്ക് മീൻ ക്ലെയിം പൊസഷൻ ഓഫ് സംതിങ്, വീണ്ടെടുക്കുക. അപ്പൊ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ബാക്ക് ചെയ്തതിലൂടെ ടേക്ക് ചേർന്നിട്ടുള്ള 10 ഫ്രേസൽ വെർബ്സ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക.